ഈ കേസ് നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത് എസ്എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. ഹരിത. ശരി, രേണുകയാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലെ 15 വയസ്സുകാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും ഇന്ന് SSLC പരീക്ഷ എഴുതും. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ KSU-MSF പ്രതിഷേധത്തിൽ സംഘർഷം. കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറമാൻ സജി തെരയലിനെ MSF പ്രവർത്തകർ മർദ്ദിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണോ സ്ഥലത്തുള്ളത്? അല്പസമയം മുൻപാണ് MSF പ്രവർത്തകർ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധം നടത്തിയത്. നേരത്തെ രാവിലെ KSU പ്രവർത്തകരും ഇവിടത്തേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. രാവിലെ 6:30 KSU പ്രവർത്തകരുടെ പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ 8 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇവിടെ ഈ വിദ്യാർത്ഥികൾ 5 പ്രതികളായിട്ടുള്ള ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ആദ്യം പുറത്തായിരുന്നു കേന്ദ്രം തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. പുറത്ത് ഇവരെ പരീക്ഷ എഴുതിച്ചാൽ അത് തടയുമെന്ന് KSU-യും MSF-ഉം അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവജന സംഘടനകളും പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കി, സന്നാഹമൊരുക്കി. പിന്നീട് ഈ പരീക്ഷാ കേന്ദ്രം തന്നെ ആക്കുക എന്നുള്ള ഒരു ആലോചനയിൽ പോലീസ് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരീക്ഷാ കേന്ദ്രം ഇതിനകത്തേക്ക് മാറ്റാനുള്ളൊരു ധാരണയായിരിക്കുന്നത്. ആ 5 പേർക്ക് ജുവനൈൽ ഹോമിൽ തന്നെയായിരിക്കും പരീക്ഷാ കേന്ദ്രം ഒരുക്കുക. അതിനിടെയാണ് MSF പ്രവർത്തകരും ഇവിടേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചുമായി വന്ന MSF പ്രവർത്തകർ ആദ്യം പോലീസുമായി ഉന്തും തള്ളും ഏർപ്പെടുകയായിരുന്നു. ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് കേരള വിഷൻ ന്യൂസിന്റെ സീനിയർ ക്യാമറാമാനായിട്ടുള്ള സജി തറയിലിനെ അതിലൊരു MSF പ്രവർത്തകൻ നീല ഷർട്ട് ധരിച്ച MSF പ്രവർത്തകൻ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കയ്യേറ്റം മാത്രമല്ല, പിന്നീട് സജി തറയിലിന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. സജി തറയിലിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോകും. പരിക്ക് ഏറ്റത് കാരണം സജി തറയിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോകും. ഈ MSF സമരം അത് അക്രമാസക്തമായ ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. പോലീസ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് ഇവിടെ ACP A ഉമേഷ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ പുറത്തേക്ക് ഇറക്കാതെ തന്നെ പരീക്ഷ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഇവർക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയത്തിനകം ഇവിടേക്ക് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം തടയാനുള്ള ഒരു സന്നാഹമാണ് ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശരി റിയാസ്, താമരശ്ശേരിയിലെ 15 വയസ്സുകാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും ഇന്ന് SSLC പരീക്ഷ എഴുതും. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ അല്പസമയത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിൽ കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറാൻ സജി തറയലിന് MSF പ്രവർത്തകൻ മർദ്ദിച്ചു. വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും. CBI അന്വേഷണം നിരസിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ